നമസ്കാരം. കഴിഞ്ഞ മലയാളം ക്ലാസ്സിലെ കുട്ടിയും പ്രാവും എന്ന കവിത എല്ലാവരും ചൊല്ലിപ്പഠിച്ചില്ലേ? കവിത സംഭാഷണ രൂപത്തിൽ എഴുതിയല്ലോ അല്ലേ? ഇന്ന് നമുക്ക് പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. മലയാളം ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 25. പേജ് നമ്പർ 25-ലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഉത്തരം പറയുക. പ്രാവിന് എന്തെല്ലാം കൊടുക്കാമെന്നാണ് കുട്ടി പറയുന്നത്? പാലും പഴവും കൊടുക്കാം. അതുപോരെങ്കിൽ ചോറും കറിയും കൊടുക്കാമെന്നാണ് കുട്ടി പറയുന്നത്. ചോദ്യം നമ്പർ 2. പ്രാവ് കൂട്ടിലേക്കില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? മാനം നോക്കി പോകുന്നത് കൊണ്ടാണ് പ്രാവ് കൂട്ടിലേക്കില്ല എന്ന് പറഞ്ഞത്. ചോദ്യം നമ്പർ 3. വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് സഞ്ചരിച്ചാൽ ഉള്ള ദോഷമെന്ത്? വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് സഞ്ചരിച്ചാൽ വിശപ്പും ദാഹവും കൂടുതലായി ഉണ്ടാകും. നാലാമത്തെ ചോദ്യം, പ്രാവിന് പേടിയില്ലാത്തതിന് കാരണമെന്ത്? ഈശ്വരൻ നൽകിയ ചിറകുള്ളതുകൊണ്ടാണ് പ്രാവിന് പേടിയില്ലാത്തത്. അടുത്തത്, പ്ര എന്ന അക്ഷരമുള്ള 5 വാക്കുകൾ എഴുതുക. കുട്ടികളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 വാക്കുകൾ എഴുതാം. പ്ര എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ. ഇവിടെ 5 വാക്കുകൾ ഞാനും എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. പ്രാവ്, പ്രായം, പ്രിയം, പ്രകാശം, പ്രയാസം. പ്രാവ്, പ്രായം, പ്രിയം, പ്രകാശം, പ്രയാസം. വിട്ടുപോയ അക്ഷരം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തു ചേർക്കുക. വിട്ടുപോയ അക്ഷരം ബ്രാക്കറ്റിൽ നിന്നും എടുത്തു ചേർക്കുക. ഇതാണ് അടുത്ത പ്രവർത്തനം. ബ്രാക്കറ്റിലുള്ള അക്ഷരങ്ങൾ നമുക്ക് വായിക്കാം. ചി, ജി, ഷ്ട, ഞ്ച, രെ, ര. ഇനി ഒന്നാമത്തെ വാക്ക് സ ഡാഷ് രം. വിട്ടുപോയ അക്ഷരം. നമ്മൾ കവിതാഭാഗത്ത് സഞ്ചാരം എന്നൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റിൽ ഞ്ച എന്ന അക്ഷരവുമുണ്ട്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് ഞ്ച എന്ന അക്ഷരം വിട്ടുപോയ ഭാഗത്ത് എഴുതി സഞ്ചാരം എന്ന് വായിക്കാം. രണ്ടാമത്തെ ഭുജിക്കുക എന്ന വാക്ക് നമ്മൾ കവിതയിൽ പഠിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റിൽ ജി എന്ന അക്ഷരം കാണാം. ഭൂ ഡാഷ്, ഡാഷിൽ ജി എന്നെഴുതി ഭുജിക്കുക എന്ന വാക്ക് നമുക്ക് ഉണ്ടാക്കാം. അടുത്തത് മൂന്നാമത്തെ വാക്ക് ഈ ഡാഷ് ഷ്ട എന്ന ഒരു അക്ഷരം നമ്മളിവിടെ വായിച്ചു. 3. നമുക്കിവിടെ ഷ്ട എന്നെഴുതി ഇഷ്ടം എന്ന വാക്ക് എഴുതാം. നാലാമത്തെ ഹോ ഡാഷ് എങ്കിൽ. കവിതാഭാഗത്ത് ഓരെങ്കിൽ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ബ്രാക്കറ്റിൽ രെ എന്ന ഒരു അക്ഷരം കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് രെ എഴുതി പോരെങ്കിൽ എന്ന് വായിക്കാം. അടുത്തത് അർത്ഥം കണ്ടെത്തുക. വേണുന്നേടം, യോജിക്കുന്ന സ്ഥലം. ഭുജിക്കുക, ഭക്ഷിക്കുക. ഈശൻ, ഈശ്വരൻ. പയ്യ്, വിശപ്പ്.
ഒന്നുകൂടെ വായിക്കാം നമുക്ക്. വേണുന്നേടം യോജിക്കുന്ന സ്ഥലം. ഭുജിക്കുക ഭക്ഷിക്കുക. ഈശൻ ഈശ്വരൻ. പയ്യ് വിശപ്പ്. അടുത്തത് ചേരുംപടി ചേർക്കുക. 2 കോളം തന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. കുട്ടി വേനൽക്കാലത്തുച്ചയ്ക്ക് പേടിയില്ല വേണുന്നേടം. ഇവിടെ ആകാശം നോക്കി സഞ്ചാരം, ചോറും കറിയും, പോകുക ചിറകുണ്ട്. ഇനി നമുക്ക് ചേരുംപടി ചേർക്കാം. കുട്ടി എന്ത് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്? ചോറും കറിയും നൽകാം. കുട്ടി ചോറും കറിയും. പിന്നെ അടുത്ത വാക്ക് വേനൽക്കാലത്തുച്ചയ്ക്ക്. വേനൽക്കാലത്തുച്ചയ്ക്ക് എന്താണ് ചെയ്യുന്നത്? പ്രാവ് ആകാശം നോക്കി സഞ്ചാരം. പേടിയില്ല. എന്തുകൊണ്ടാണ് പേടിയില്ലാത്തത് പ്രാവിന്? ചിറകുണ്ട്, അതുകൊണ്ട്. ഇനി 4-മത്തെ വേണുന്നേടം എന്ന് വെച്ചാൽ യോജിക്കുന്ന സ്ഥലം, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുക. അടുത്ത പ്രവർത്തനം ചേർത്തെഴുതുക. കൂട്ടിന് പ്ലസ് അകത്താക്കാം. കൂട്ടിനകത്താക്കാം. പോരാ പ്ലസ് എങ്കിൽ പോരെങ്കിൽ. പാടില്ല പ്ലസ് എന്നാലും പാടില്ലെന്നാലും. നോക്കി പ്ലസ് പോകുന്നു നോക്കിപ്പോകുന്നു. ചിറക് പ്ലസ് ഇല്ലേ ചിറകില്ലേ. വേണുന്ന പ്ലസ് ഏടം വേണുന്നേടം. 2 വാക്കുകൾ ചേർത്തെഴുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും ചേർത്തെഴുതുമ്പോൾ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതണം. കൂട്ടിനെ പ്ലസ് അകത്താക്കാം. ദേ ഇവിടെ കണ്ടില്ലേ, കൂട്ടിനകത്താക്കാം. അവിടെയാണ് 2 വാക്കും കൂടെ ചേരുമ്പോഴത്തെ വ്യത്യാസം നമ്മൾ കാണുന്നത്. അടുത്തതിൽ പോരാ പ്ലസ് എങ്കിൽ ആ എ ഇവിടെ രെ എന്ന അക്ഷരമായി മാറിയിട്ടുണ്ട്. അടുത്തത് പാടില്ല പ്ലസ് എന്നാലും പാടില്ലെന്നാലും. നോക്കി പ്ലസ് പോകുന്നു നോക്കിപ്പോകുന്നു. കൂട്ടക്ഷരം പായാണ്. ചിറക് പ്ലസ് ഇല്ലേ ചിറകില്ലേ. വേണുന്ന പ്ലസ് ഏടം വേണുന്നേടം. അടുത്തത് ഹോംവർക്ക് ആണ്. ഇത് നിങ്ങളുടെ മലയാളം വർക്ക് ബുക്ക് പേജ് നമ്പർ 14 ആണ്. 1-മത്തെ എക്സർസൈസ് ല ക ന എന്നീ കൂട്ടക്ഷരങ്ങൾ ചേർന്ന് വരുന്ന 2 വാക്കുകൾ എഴുതാനാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ എഴുതാൻ പാടില്ല. പകരം പാഠഭാഗത്തു നിന്ന് ഈ കൂട്ടക്ഷരങ്ങൾ വരുന്ന ല ക ന എന്നീ കൂട്ടക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ പാഠഭാഗത്തു നിന്നും കണ്ടുപിടിച്ച് ഇവിടെ തന്നിരിക്കുന്ന ബോക്സുകളിൽ എഴുതണം. അടുത്തത് ചേർത്തെഴുതുക. ഒരെണ്ണം മാതൃകയായിട്ട് കൊടുത്തിട്ടുണ്ട്. പാല് പ്ലസ് പാലും. അതുപോലെ ചോറ് പ്ലസ് ചോറും. കറി പ്ലസ് കറിയും. പഴം പ്ലസ് പഴവും. ശ്രദ്ധിച്ച് നിങ്ങൾ എഴുതണം. ഓക്കെ.